എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന ആക്ടിവിറ്റി ടെസ്റ്റിലെ ആക്ടിവിറ്റി 9 മുതലുള്ള പ്രവർത്തനങ്ങളാണ്. ആക്ടിവിറ്റി 1 to 8 വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. കാണാത്തവർ ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 9. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ. കളർ ദം suitably and write their names below. ചിത്രത്തിലുള്ള പക്ഷികളെ തിരിച്ചറിയൂ. അവയ്ക്ക് ഉചിതമായ നിറം കൊടുത്ത് പേരുകൾ താഴെ എഴുതൂ. ചിത്രത്തിൽ കുറച്ച് പക്ഷികളുടെ ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പക്ഷികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് യോജിച്ച് നിറം നൽകുക. തുടർന്ന് താഴെ പക്ഷികളുടെ പേരുകൾ എഴുതുക. റൂസ്റ്റർ ആൺകോഴി, ഹോൺബിൽ വേഴാമ്പൽ, പീക്കോക്ക് മയിൽ, പാരറ്റ് തത്ത, വുഡ്പെക്കർ മരംകൊത്തി, ക്രോ കാക്ക, ക്രെയിൻ കൊക്ക്, ഡക്ക് താറാവ്. ആക്ടിവിറ്റി 10. X to chicks. Here is a game for you. Use a dice and play the game according to the instructions of your teacher. എന്നാൽ നിങ്ങൾക്കൊരു ഗെയിം ടീച്ചറുടെ നിർദ്ദേശം അനുസരിച്ച് ഡൈസ് ഉപയോഗിച്ച് ഇത് കളിക്കുക. ഇത് സ്നേക്ക് ആൻഡ് ലേഡർ പോലുള്ളൊരു കളിയാണ്. ഇത് കളിക്കാൻ നിങ്ങൾക്കൊരു ഡൈസും ടോക്കൺസും ആവശ്യമാണ്. ഡൈസിലെ നമ്പർ അനുസരിച്ച് ടോക്കൺ നീക്കുക. ആദ്യം നമ്പർ 21 എത്തുന്ന ആളാണ് വിജയിക്കുന്നത്. ആക്ടിവിറ്റി 11. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെയിറ്റഡ് ഈഗർലി ഫോർ ദ എഗ് ടു ഹാച്ച് ഔട്ട്. They checked it every day. Their mother noticed their daily visit to the hen house. Complete their conversation. ഡിംപിളും ട്വിങ്കിളും മുട്ട വിരിയാനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ഓരോ ദിവസവും അവർ അത് പരിശോധിച്ചു. ദിവസേനയുള്ള ഈ കോഴിക്കൂട് സന്ദർശനം അവരുടെ അമ്മ ശ്രദ്ധിച്ചു. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ. മദർ, വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവരി ഡേ? അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ദിവസവും കോഴിക്കൂട് സന്ദർശിക്കുന്നത്? ട്വിങ്കിൾ, മോം, വി ഗോട്ട് എ ഗോൾഡൻ എഗ്. വി ഗെറ്റ് ഇറ്റ് നിയർ ദ ഹെൻ ടു ഹാച്ച്. അമ്മ, ഞങ്ങൾക്ക് ഒരു സ്വർണ്ണ മുട്ട കിട്ടി. അത് വിരിയിക്കാനായി ഞങ്ങൾ കോഴിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. മദർ, ഡു യു നോ വാട്ട് എഗ് ഇറ്റ് ഈസ്? അത് എന്ത് മുട്ടയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഡിംപിൾ, നോ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ല, നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ഡിംപിൾ പറയുകയാണ്. ആക്ടിവിറ്റി നമ്പർ 12. The baby of a bird is chick. Now look at the pictures below and fill in the blanks suitably. പക്ഷിയുടെ കുഞ്ഞിനെ ചിക്ക് എന്ന് പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി വിട്ടുപോയവ ഉചിതമായി പൂരിപ്പിക്കൂ. ഫസ്റ്റ് പിക്ചർ, ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ്. എന്താ വരേണ്ടത്? ചിക്ക്. പക്ഷി അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു. ബേർഡിൻ്റെ ബേബിയെ ചിക്ക് എന്നാണ് പറയുക. നെക്സ്റ്റ് പിക്ചർ, എ കാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഇറ്റ്സ് കിറ്റൺ. ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞു പൂച്ചയുമായി നടക്കുന്നു. പൂച്ചയുടെ കുഞ്ഞിനെ കിറ്റൻ എന്നാണ് പറയുക. തേർഡ് പിക്ചർ, എ കൗ ഈസ് ലിക്കിംഗ് ഇറ്റ്സ് ഹാഫ്. ഒരു പശു അതിൻ്റെ കുഞ്ഞു പശുവിനെ നക്കുന്നു. കൗവിൻ്റെ ബേബി ഹാഫ്. ഫോർത്ത് പിക്ചർ, എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് പപ്പി. ഒരു നായ അതിൻ്റെ കുഞ്ഞു നായയെ നോക്കുകയാണ്. ഡോഗ് ബേബി പപ്പി. ആക്ടിവിറ്റി നമ്പർ 13. Goldie swam in the river. The hen and chicks could not swim. Do you know why? ഗോൾഡി വെള്ളത്തിൽ നീന്തി. പിടക്കോഴിക്കും കുഞ്ഞുങ്ങൾക്കും നീന്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഗോൾഡി പറയുകയാണ്, ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ചിക്ക് പറയുകയാണ്, ഐ കാൺ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്. എനിക്ക് നീന്താൻ കഴിയില്ല, പക്ഷേ എനിക്ക് നടക്കാൻ കഴിയും. ഡൗ എന്താ പറയുന്നത്? ഐ ക്യാൻ ഫ്ലൈ ഹൈ. എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും. ഫിഷ് എന്ത് പറയും? നോക്കാം. ഐ കാൺ ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയില്ല. ബട്ട് ഐ ക്യാൻ സ്വിം ഇൻ വാട്ടർ. പക്ഷേ എനിക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും. ആക്ടിവിറ്റി നമ്പർ 14. Look at the pictures given below. Find the differences between the two pictures. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കൂ. ദ വാട്ടർ ഈസ് ക്ലിയർ. വെള്ളം ശുദ്ധമാണ്.
പിക്ചർ 2 എന്താ വാട്ടർ എങ്ങനെയാ? ദ വാട്ടർ ഈസ് നോട്ട് ക്ലിയർ. വെള്ളം ശുദ്ധമല്ല. എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. പുഴയിൽ ഒരു കൊക്ക് നിൽക്കുന്നു. പിക്ചർ 2 എന്താണ് വരേണ്ടത്? ദെയർ ഈസ് നോ ക്രെയിൻ ഇൻ ദ റിവർ. പുഴയിൽ കൊക്കില്ല. പിക്ചർ 2 എന്താ തന്നിട്ടുള്ളത്? നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 2. ചിത്രം 2 പക്ഷികൾ പറക്കുന്നില്ല. അപ്പോൾ പിക്ചർ 1 എന്താണ് വരേണ്ടത്? ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 1. അതായത് ചിത്രം 1 പക്ഷികൾ പറക്കുന്നു. പിക്ചർ 1 എഴുതിയിരിക്കുന്ന എന്താ? ദ ലാൻഡ് ഈസ് ഗ്രീൻ. അതായത് ഈ പിക്ചർ 1 കാണുന്ന ആ തറ എന്താണ്? പച്ചയാണ്. അപ്പോൾ പിക്ചർ 2 എന്ത് എഴുതണം? ദ ലാൻഡ് ഈസ് നോട്ട് ഗ്രീൻ. തറ പച്ചയല്ല. നോക്കൂ, അടുത്ത് പിക്ചർ 2 എന്താ എഴുതിയിരിക്കുന്നത്? ദെയർ ഈസ് നോ ഫിഷ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ മീനില്ല അല്ലേ? അപ്പോൾ നമ്മൾ പിക്ചർ 1 എന്ത് എഴുതണം? ദെയർ ഈസ് എ ഫിഷ് ഇൻ ദ വാട്ടർ. ആ വെള്ളത്തിൽ ഒരു മീനുണ്ട്. ആക്ടിവിറ്റി നമ്പർ 15. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ഗ്രാൻഡ്പ. അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ഓർഡർ. ഡിംപിളും ട്വിങ്കിളും മുഴുവൻ കഥയും മുത്തശ്ശനോട് പറഞ്ഞു. കഥയിലെ സംഭവങ്ങൾ ക്രമത്തിൽ എഴുതൂ. ഇവിടെ ക്രമമല്ലാതെയാണ് സംഭവങ്ങൾ തന്നിട്ടുള്ളത്. നമുക്ക് ക്രമത്തിൽ എഴുതാം. ആദ്യം വരുന്നത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്. ഡിംപിളിനും ട്വിങ്കിളിനും ഒരു സ്വർണ്ണമുട്ട കിട്ടി. സെക്കൻഡ് സെൻറ്റൻസ് ദേ പുട്ട് ദ എഗ് ഇൻ ദ ഹെൻസ് ഹൗസ്. അവർ ആ മുട്ട കോഴിയുടെ കൂട്ടിൽ വെച്ചു. അടുത്ത് വരുന്നത് ദ എഗ് ഹാച്ച്ഡ് ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്. മുട്ട വിരിഞ്ഞ് ഒരു ഭംഗിയുള്ള കുഞ്ഞ് പുറത്തു വന്നു. അടുത്ത് വരുന്നത് ദേ നെയ്മഡ് ദ ചിക്ക് ഗോൾഡി. അവർ ആ കുഞ്ഞിനെ ഗോൾഡി എന്ന് പേരിട്ടു. ആക്ടിവിറ്റി നമ്പർ 16. ദ വില്ലേജേഴ്സ് ക്ലീൻഡ് ദ റിവർ. ദേ ഫിക്സ്ഡ് നോട്ടീസ് ബോർഡ് നിയർ ദ റിവർ. റൈറ്റ് എ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഓൺ ഇറ്റ്. ഗ്രാമവാസികൾ നദി വൃത്തിയാക്കി. അവർ നദിയുടെ അടുത്ത് ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചു. അതിൽ അനുയോജ്യമായ വാചകം എഴുതൂ. കീപ്പ് അവർ റിവർ ക്ലീൻ. അതാണ് നമ്മുടെ നദി വൃത്തിയായി സൂക്ഷിക്കുക. ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ദ റിവർ. നദിയിൽ മാലിന്യം എറിയരുത്. ദോസ് ഹു ഡംപ് വേസ്റ്റ് ഇൻ ദ റിവർ വിൽ ബി പണിഷ്ഡ്. നദിയിൽ മാലിന്യം തള്ളുന്നവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. ആക്ടിവിറ്റി 17. ദ ഫെസ്റ്റിവൽ സീസൺ കെയിം. ദ വില്ലേജസ് പ്രിപ്പയർഡ് എ പോസ്റ്റർ ടു വെൽക്കം പീപ്പിൾ. ഹെൽപ്പ് ദം മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഉത്സവക്കാലമെത്തി. ആളുകളെ സ്വാഗതം ചെയ്യാൻ ഗ്രാമവാസികൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കി. അത് ആകർഷകമാക്കാൻ അവരെ സഹായിക്കൂ. പോസ്റ്ററിൽ ആദ്യം എഴുതേണ്ടത് വെൽക്കം ടു ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് എന്നാണ്. പക്ഷിമേളയിലേക്ക് സ്വാഗതം. കം ആൻഡ് സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്. വന്ന് വിവിധ തരം പക്ഷികളെ കാണുക എന്ന് എഴുതാം. പിന്നെ അവിടെ തന്നിട്ടുണ്ട് ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്, പക്ഷിമേള. താഴെ എഴുതാം സ്പെൻഡ് സം ടൈം വിത്ത് ബേർഡ്സ്. പക്ഷികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. എൻജോയ് യുവർ ഡേ. നിങ്ങളുടെ ദിവസം ആസ്വദിക്കൂ. ഓൾ ആർ വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. ഈ പോസ്റ്ററിൽ പക്ഷികളുടെ ചിത്രങ്ങൾ ഒട്ടിക്കുകയോ വരച്ച് ചേർക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി നമ്പർ 18. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഹൂ സെഡ് ദീസ്. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിക്കൂ. ആരാണ് ഇത് പറഞ്ഞത്? അവരുടെ പേരുകൾ ബോക്സുകളിൽ എഴുതൂ. വി വിൽ കോൾ യു ഗോൾഡി. ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും. ഹൂ സെഡ് ദീസ്? ഡിംപിൾ. നെക്സ്റ്റ് വരുന്നത് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. ദയവായി ഈ മുട്ടയും കൂടി സൂക്ഷിക്കണേ എന്ന് ആരാ പറഞ്ഞത്? ഡിംപിൾ. നെക്സ്റ്റ് വരുന്നത് ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ. നോക്കൂ, ഗോൾഡി നന്നായി നീന്തുന്നു. ഹൂ സെഡ് ദിസ്? ട്വിങ്കിൾ. നെക്സ്റ്റ് ക്ലക്ക് ക്ലക്ക്. ഈ ശബ്ദം ആരുടേത്? മദർ ഹെൻ. നെക്സ്റ്റ് ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഇത് മഴവിൽ പക്ഷിയുടെ കുഞ്ഞാണ്. ആരാ പറഞ്ഞത്? ഗ്രാൻഡ് ഫാദർ. നെക്സ്റ്റ് സെൻറ്റൻസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ നദി വളരെ ശുദ്ധവും തെളിഞ്ഞതുമായിരുന്നു. ഹൂ സെഡ് ദിസ്? ഗ്രാൻഡ് ഫാദർ. ലാസ്റ്റ് സെൻറ്റൻസ് ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നോക്കൂ, ഇതിനെ കാണാൻ എന്ത് ഭംഗിയാണ്. ഹൂ സെഡ് ദിസ്? ട്വിങ്കിൾ. ആക്ടിവിറ്റി നമ്പർ 19. ക്രോസ് വേർഡ് പസിൽ. ഡൗൺ താഴോട്ട് എഴുതേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡർട്ടി. എന്താ വരേണ്ടത്? റിവർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിംഡ് ദ ചിക്ക്. അവർ പക്ഷിക്കുഞ്ഞിനിട്ട പേരെന്താ? ഗോൾഡി. എക്രോസ്, അതായത് ഈ പസിലിൽ കുറുകെ എഴുതേണ്ടതാണ്. അതിൽ നമ്പർ 2. വൺ ഡേ ഡാഷ് വിസിറ്റഡ് ദ ചിൽഡ്രൻ. ഒരു ദിവസം ആരാ കുട്ടികളെ സന്ദർശിക്കാൻ എത്തിയത്? ഗ്രാൻഡ് പാ. ക്വസ്റ്റ്യൻ 3. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ എന്താണ്? വില്ലേജ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ വില്ലേജസ് ഡെക്കറേറ്റഡ് ദ ഹൗസസ് ഫോർ ദ
ഡാഷ് ഓഫ് ബേർഡ്സ്. ആൻസർ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. ആക്ടിവിറ്റി നമ്പർ 20 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. പാട്ടിന് കൂടുതൽ വരികൾ ചേർക്കൂ. എ ബേർഡ് ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിംഗ്സ് സോ ഫ്രീ. വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ് വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. ഗോൾഡി ഫ്ലൈസ് സോ ഹൈ along with her mom comes back again in every summer season. മീനിങ് പറയാം. എ ബേർഡ് ഫ്ലൈസ് സോ ഹൈ, ഒരു കുഞ്ഞു പക്ഷി വളരെ ഉയരത്തിൽ പറക്കുന്നു. അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിന് മുകളിൽ. സിറ്റിംഗ് ഓൺ എ ട്രീ, ഒരു മരത്തിലിരുന്നു കൊണ്ട്. ഇറ്റ് സിംഗ് സോ ഫ്രീ, അത് വളരെ സ്വതന്ത്രമായി പാടുന്നു. വെൻ ദ സമ്മർ എൻഡ്സ്, വേനൽക്കാലം അവസാനിക്കുമ്പോൾ. ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്, അത് കൂട്ടുകാരുമായി തിരികെ പറക്കുന്നു. വിൽ യു കം എഗെയിൻ, നീ വീണ്ടും വരുമോ. വെൻ ദ സമ്മർ സൺ ഗ്ലോസ്, വേനൽക്കാല സൂര്യൻ തിളങ്ങുമ്പോൾ. ഗോൾഡി ഫ്ലൈസ് സോ ഹൈ, ഗോൾഡി വളരെ ഉയരത്തിൽ പറക്കുന്നു. എലോങ് വിത്ത് ഹർ മോം, അവളുടെ അമ്മയോടൊപ്പം. കംസ് ബാക്ക് എഗെയിൻ, വീണ്ടും തിരികെ വരുന്നു. ഇൻ എവരി സമ്മർ സീസൺ, എല്ലാ വേനൽക്കാലത്തും. ആക്ടിവിറ്റി നമ്പർ 21. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ഫോർ ഈച്ച് പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് ഉചിതമായ ഡയലോഗ് താഴെ തന്നിട്ടുണ്ട്. അത് നോക്കി എഴുതുക. ഫസ്റ്റ് പിക്ചറിന് താഴെ വരുന്ന ഡയലോഗ് ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ, എനിക്ക് വെള്ളത്തെ പേടിയാണ്. നെക്സ്റ്റ് പിക്ചറിൽ വരുന്ന ഡയലോഗ് ഡോണ്ട് വറി ഡിയർ. അടുത്ത് വരുന്ന ഡയലോഗ് ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്, അവൻ മീനുകളെല്ലാം കഴിക്കും. ലാസ്റ്റ് പിക്ചറിൽ വരുന്ന ഡയലോഗ് ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്, നോക്കൂ ഇത് നമ്മുടെ പിപ്പാണ്. ആക്ടിവിറ്റി ടെസ്റ്റിലെ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളും അവസാനിച്ചു. വീണ്ടും വേറൊരു ക്ലാസ്സുമായി കാണാം.